would എന്ന auxiliary verb നമുക്ക് എവിടെ ഉപയോഗിക്കാം? Let me tell you first, would is the past tense of will. വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് would. I will go എന്ന് വെച്ചാൽ അതിനർത്ഥം ഞാൻ പോകും. ഇത് ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് I will go എന്ന് പറയുന്നത്. എന്നാൽ I would go എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പോകുമായിരുന്നു അല്ലെങ്കിൽ പോയേനെ എന്നൊക്കെയാണ്. അതായത് ഭാവിയിൽ ഉറച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ, ഉറപ്പായും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് വിൽ ഉപയോഗിക്കാം. ഞാൻ അത് വാങ്ങും, അത് തീരുമാനിച്ച കാര്യമാണ്, മാറ്റമൊന്നുമില്ല. ഐ വിൽ ബൈ ഇറ്റ്. അവൻ അവിടെ പോകും. ഹി വിൽ ഗോ ദെയർ. ഇവിടെ ഐ വിൽ ബൈ ഇറ്റ് എന്ന സെൻറ്റൻസിൽ വിൽ എന്ന ഓക്സിലറി വെർബിന് പകരമായി വുഡ് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിന് വരുന്ന മാറ്റം എന്താണെന്ന് നമുക്കറിയാം. ഞാനത് വാങ്ങുമായിരുന്നു എന്ന രീതിയിൽ അതിൻ്റെ അർത്ഥം വരും. ഇത് ഒരു സംഭാഷണത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാനത് വാങ്ങുമായിരുന്നു. ഇഫ് ഐ വെയർ യു ഐ വുഡ് ബൈ ഇറ്റ്. ഇത്തരം സെൻറ്റൻസുകൾ നിത്യജീവിതത്തിൽ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നവയാണ്. ഇതിന് നമ്മെ സഹായിക്കുന്നത് വുഡ് എന്ന ഓക്സിലറി വെർബാണ്. അവൻ എൻ്റെ സുഹൃത്തായിരുന്നുവെങ്കിൽ അവൻ എന്നെ സഹായിക്കുമായിരുന്നു. ഇഫ് ഹി വാസ് മൈ ഫ്രണ്ട് ഹി വുഡ് ഹെൽപ്പ് മീ. എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറന്നു വരുമായിരുന്നു. ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ് ഫ്ലൈ ടു യു. ഇത്തരത്തിലുള്ള സാങ്കല്പികമായ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മെ സഹായിക്കുന്നത് വുഡാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഇഫ് ഐ വെയർ യു ഐ വുഡ് ഡു ഇറ്റ്. മിക്കപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസാണത്. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ അവനെ സഹായിക്കുമായിരുന്നു. വുഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇഫ് ഐ വെയർ ഇൻ ഹിസ് പ്ലേസ് ഐ വുഡ് ഹെൽപ്പ് ഹിം. അവൻ അവൻ്റെ കൂട്ടുകാരനെ സഹായിക്കാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. എൻ്റെ സ്ഥാനത്ത് അവനായിരുന്നുവെങ്കിൽ അവൻ ഇതുതന്നെ ചെയ്യുമായിരുന്നു. ഇഫ് ഹി വെയർ ഇൻ മൈ പ്ലേസ് ഹി വുഡ് ഡു ദ സെയിം. ഇത്തരം സാങ്കല്പികമായ കാര്യങ്ങൾ പറയുമ്പോൾ ഐ, ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവയ്ക്ക് ശേഷം വരുന്നത് വേറായിരിക്കും. എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? വാട്ട് വുഡ് യു ഡു ഇഫ് യു വെയർ ഇൻ മൈ പ്ലേസ്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ വിശദമാക്കുമായിരുന്നു. ഇഫ് ഐ വെയർ ഇൻ യുവർ പൊസിഷൻ ഐ വുഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാനത് സമ്മതിക്കുമായിരുന്നില്ല. ഇഫ് ഐ വെയർ യു ഐ വുഡിൻറ്റ് അഡ്മിറ്റ് ഇറ്റ്. അതല്ലെങ്കിൽ ഇഫ് ഐ വെയർ യു ഐ വുഡിൻറ്റ് അഗ്രി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നില്ല. ഇഫ് ഐ വെയർ യു ഐ വുഡിൻറ്റ് ഡു ഇറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കല്പികമായ കാര്യങ്ങൾ പറയാൻ നമ്മെ സഹായിക്കുന്നത് വുഡാണ്. അതിന് ഉപയോഗിക്കുന്ന പാറ്റേണാണ് ഇഫ് ഐ വെയർ യു. ഈ ഒരു പാറ്റേൺ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. ഓർത്തു വയ്ക്കാൻ ഒരു ഉദാഹരണം കൂടി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ അവനെ 2 കഷ്ണമാക്കുമായിരുന്നു. ഇഫ് ഐ വെയർ യു ഐ വുഡ് കട്ട് ഹിം ഇൻ ടു 2. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇഫ് ഐ വെയർ യു എന്നതിന് പകരമായി ഇഫ് വെയർ ഐ യു എന്നും പറയാറുണ്ട്. എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും അർത്ഥം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ എന്ന് തന്നെയാണ്. ഇത് മറ്റൊരു രീതിയിൽ പറയുമ്പോൾ, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നില്ല. ഇഫ് യു വെയർ വിത്ത് മീ യു വുഡിൻറ്റ് ഡു ദാറ്റ്. ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി അരി നൽകുമായിരുന്നു. ഇഫ് ഐ വെയർ ദ പ്രൈം മിനിസ്റ്റർ ഐ വുഡ് ഗിവ് യു റൈസ് ഫോർ ഫ്രീ. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വേർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സാങ്കല്പികമായ കാര്യങ്ങൾ പറയാൻ വുഡ് എങ്ങനെ സഹായിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.